കലാഭവനിൽ 2 വർഷം ഈ സെമി ക്ലാസിക്കൽ സോങ്സ് ഞാനതിൽ പാടിയിരുന്നു. സ്വാമിനാഥ പരിപാലയ സുമാം സ്വപ്രകാശ വല്ലീശ ഗുരുഗുഹദേവസേനേശ സ്വാമി നാഥ പരിപാലയ സുമാം. ആ എനിക്ക് പുറത്ത് നല്ലൊരു സ്റ്റേജ് ഷോയിൽ ചെയ്യാനായിട്ട് അവസരം കിട്ടിയത് കലാഭവനിൽ പാടുമ്പോഴാണ്. എൻ്റെ ഒരു സുഹൃത്ത് തബല വായിക്കുന്ന ആനന്ദൻ കൊച്ചിക്കാരനാണ്. ആനന്ദനാണ് എന്നെ കലാഭവനിൽ കൊണ്ടുപോയിട്ട് ആബേലച്ചനെ പരിചയപ്പെടുത്തി കൊടുത്തത്. അപ്പോൾ ആബേലച്ചൻ എനിക്ക് ആദ്യം ഒരു ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തു. എന്നോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു, കുറേ നിബന്ധനകളൊക്കെ പറഞ്ഞു. അതൊക്കെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഞാൻ കലാഭവനിൽ എടുക്കുമെന്ന് പറഞ്ഞിട്ട് കേട്ടതിന് ശേഷം ഞാൻ കലാഭവനിൽ 2 വർഷം ഈ സെമി ക്ലാസിക്കൽ സോങ്സ് ഞാനതിൽ പാടിയിരുന്നു. സ്വാമിനാഥ പരിപാലയ സുമാം സ്വപ്രകാശ വല്ലീശ ഗുരുഗുഹദേവസേനേശ സ്വാമി നാഥ പരിപാലയ സുമാം. ആ ചിത്രം എന്ന് പറഞ്ഞൊരു പാട്ടിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടുണ്ട്. പക്ഷേ ഈ പാട്ട്, ഈ കീർത്തനം എഴുതിയിരിക്കുന്ന മുത്തുസ്വാമി ദീക്ഷിതരാണ്. അത് ത്രിമൂർത്തികളിലുള്ള ഒരാളാണ് മുത്തുസ്വാമി ദീക്ഷിതർ. അദ്ദേഹം എഴുതിയ പാട്ടാണ് ചിത്രത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ പാട്ട് കലാഭവനിൽ ഒരുപാട് സ്റ്റേജിൽ ഞാൻ പാടിയിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയൊരു അനുഭവമായിരുന്നു അവിടെ പോയിട്ട് പാടാനും അതുപോലെ സ്റ്റേജിൽ കയറി പ്രസൻറ്റ് ചെയ്യാനുമൊക്കെ ഒരുപാട് കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ ആബേലച്ചൻ്റെ പരിപൂർണ അനുഗ്രഹം എന്നിലുണ്ടായിരുന്നു. അതുപോലെ അന്ന് ഞങ്ങളുടെ കൂടെ പാടിയ ഒരു പീറ്റർ എന്ന് പറഞ്ഞ തൃശ്ശൂർക്കാരനാണ്, ഹിന്ദി പാട്ടൊക്കെ പാടും. എന്നോട് വലിയ സ്നേഹമായിരുന്നു പീറ്ററേട്ടന്. അപ്പോൾ എന്നോട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയും, നീ നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ, അപ്പോൾ ഇങ്ങനെ പോരാ, കുറേ കാര്യങ്ങളൊക്കെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉപദേശങ്ങളുണ്ടായിരുന്നു. പിന്നെ ഒരു ജിമ്മി എന്ന് പറഞ്ഞ ഒരാളാണ് മറ്റുള്ള പാട്ടുകളൊക്കെ മലയാളത്തിൽ പാടിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു റീത്ത എന്ന് പറഞ്ഞൊരു പെൺകുട്ടി പാടിയിരുന്നു ആ കാലത്ത്. പിന്നെ അതിന് ശേഷം അവിടുത്തെ ഒരു ബെർണാഡ് എന്ന് പറഞ്ഞിട്ടൊരു ഗിറ്റാറിസ്റ്റ്, അവരുമായിട്ട് കല്യാണം കഴിച്ചെന്നൊക്കെ പറഞ്ഞ് പിന്നീട് അറിഞ്ഞ്. ആ 2 വർഷം ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. പിന്നെ എനിക്ക് ജോലി കിട്ടിയതിന് ശേഷം എനിക്ക് പോയിട്ട് വന്നില്ല അവിടെ.